എല്ലാവർക്കും നമസ്കാരം. റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലായിട്ടുള്ള തവക്കൽ പ്രോപ്പർട്ടീസിൽ നിന്ന് ബഷീറാണ്. ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ആലത്തൂർ ഭാഗത്താണ്. ആലത്തൂർ ഇരട്ടക്കുളം ആ ഭാഗത്തായിട്ടുള്ള ഒരു 16 സെൻറ്റ് സ്ഥലം, ഏകദേശം ഒരു 16 സെൻറ്റ് സ്ഥലം. അതിന് 13.5 സെൻറ്റ് സ്ഥലത്തിനാണ് നമുക്ക് ആധാരമുള്ളത് കേട്ടോ. അപ്പോൾ സ്ഥലവും വീടും കൂടെയാണ്. അപ്പോൾ ഇത് ഒരു 7-8 സെൻറ്റ് സ്ഥലത്തിൽ വീട് നിൽക്കുന്നു. ബാക്കിയുള്ള ഭാഗം ഒറ്റ കോമ്പൗണ്ടാണ്. ബാക്കിയുള്ള ഭാഗത്ത് ഭാവിയിൽ വേണമെങ്കിൽ ഒരു വീടൊക്കെ വെക്കാൻ പറ്റുന്നതിന് ഉതകുന്ന നല്ലൊരു സ്ഥലം. അതിൽ നിറയെ തെങ്ങുകൾ, 10-13 തെങ്ങുകൾ നല്ലതുപോലെ കായ്ക്കുന്നതുണ്ട്. അതുകൂടാതെ 1250 സ്ക്വയർ ഫീറ്റിൻ്റെ വീടുമുണ്ട്. അപ്പോൾ 13.5 സെൻറ്റ് സ്ഥലം, 1250 സ്ക്വയർ ഫീറ്റ്. ബോർവെൽ കണക്ഷനാണ്, വെള്ളം കേട്ടോ. അത് നമുക്ക് ഈ സ്ഥലത്ത് തന്നെ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ കോമ്പൗണ്ട് കഴിഞ്ഞിട്ട് അതിനോട് ചേർന്ന് കിടക്കുന്ന കോമ്പൗണ്ടിലാണ് ബോർവെൽ കണക്ഷൻ വരുന്നത്. അപ്പോൾ ഇത് ഒന്നിച്ചാണ് ഇതിൻ്റെ ഉടമസ്ഥൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വില പറഞ്ഞിരിക്കുന്നത് 45 ലക്ഷം രൂപ. വില നെഗോഷ്യബിൾ കൂടിയാണ്. അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ രീതിയിൽ വില അഡ്ജസ്റ്റ് ആകും കേട്ടോ. മണ്ണ് വഴിയല്ല, ടാറിങ് റോഡാണ് ഇതിൻ്റെ ഫ്രണ്ടിലൂടെ പോകുന്നത് കേട്ടോ. ടാറിങ് റോഡാണ്. അപ്പോൾ നമ്മുടെ ആ ഇരട്ടക്കുളം സിഗ്നലിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ ഏകദേശം ഒരു 500 മീറ്റർ ഉള്ളിലോട്ടായിട്ടാണ്, അതായത് നാഷണൽ ഹൈവേ ഇരട്ടക്കുളം സിഗ്നലിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 500 മീറ്റർ ഉള്ളിലോട്ടായിട്ടാണ് വീട് നിൽക്കുന്നത്. വീടിന് ഏകദേശം ഒരു 9-10 വർഷത്തെ പഴക്കം പറഞ്ഞു. 10 വർഷത്തിനടുത്ത് പഴക്കമുള്ള വീടാണ് കേട്ടോ. ഇത് മുഴുവൻ ഗ്രാനൈറ്റാണ്. നമ്മുടെ ഈ 4 ടൈൽസിന് പകരം മുഴുവൻ ഗ്രാനൈറ്റാണ് എല്ലാ ഭാഗത്തും ഉപയോഗിച്ചിട്ടുള്ളത്. 1-2 വണ്ടിയൊക്കെ വന്നാലും നിർത്താൻ ഭാഗത്തിനുള്ള മുറ്റം സൗകര്യമുണ്ട്. വീടിൻ്റെ ദർശനം വരുന്നത് വടക്കോട്ടാണ്. വടക്ക് വശത്താണ് വീടിൻ്റെ ദർശനം വരുന്നത്. ചുറ്റുഭാഗവും മതിലും കാര്യങ്ങളൊക്കെയുള്ള നല്ലൊരു പ്രോപ്പർട്ടി. കാരണം ഈ വീടിനോട് ചേർന്ന് തന്നെ നമുക്ക് സ്ഥലം, ഇനിയൊരു വീട് പണിയണമെങ്കിൽ അതിൽ പണിയും ചെയ്യാം. 13.5 സെൻറ്റ് സ്ഥലം, ആധാരം 13.5 സെൻറ്റുള്ള നല്ലൊരു കിടിലൻ പ്രോപ്പർട്ടി. അപ്പോൾ ഇതിൽ 3 ബെഡ്റൂമുണ്ട്, അടുക്കള, വർക്ക് ഏരിയ. ഇവിടെ നമുക്കൊരു കോമൺ ആയിട്ടൊരു ബാത്റൂം വരുന്നുണ്ട് കേട്ടോ. ഈ പുറകു വശത്ത് ഈ സൈഡിൽ കോമൺ ആയിട്ട് ഇവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട്. അപ്പോൾ സ്റ്റെയർ അതുപോലെ പുറത്തൂടെ സ്റ്റെയർ കൊടുത്തിരിക്കുന്നു. കാരണം ടൗണിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന ഭാഗത്തായതുകൊണ്ട് ഇതിലിങ്ങനെ ഒരു വെള്ളം പ്യൂരിഫയർ, ഒരു വാട്ടർ ഫിൽറ്റർ വെച്ചിരിക്കുന്നത് ഏകദേശം ഒരു 75,000-80,000 രൂപയോളം അതിന് മാത്രം അദ്ദേഹം ചിലവാക്കിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇതിനോട് ചേർന്ന് അങ്ങനെ വരുന്നതാണ്. അപ്പോൾ വീട് വാങ്ങുമ്പോൾ ആ ഫിൽറ്റർ എടുത്തുകൊണ്ട് പോകുമൊന്നുമില്ല, ഫിൽറ്ററും അതിനകത്ത് തന്നെ വരും. ഇവിടെ നമുക്ക് പുറത്ത് കോമൺ ആയിട്ട് അവിടെ ഒരു ബാത്റൂം വരുന്നു. ഇതൊരു വിറകുപരിയായിട്ട് അതൊരെണ്ണം വെറുതെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 13.5 സെൻറ്റും 1250 സ്ക്വയർ ഫീറ്റ് വീടിനും കൂടെ അതിൻ്റെ ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്ന വിലയാണ് 45 ലക്ഷം രൂപ കേട്ടോ. നല്ലതുപോലെ കായ്ക്കുന്ന ഒരു 10-12-13 തെങ്ങുകളുണ്ട്. ഞാൻ കറക്റ്റായി എണ്ണിയില്ല, ഏകദേശം 10-13 തെങ്ങുകൾ വരുന്നുണ്ട്. അപ്പോൾ 9-10 വർഷത്തെ പഴക്കമാണ് ഉടമസ്ഥൻ ഈ വീടിന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുത്ത ഈ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ ഇതൊന്ന് കാണാനുള്ള സൗകര്യം ചെയ്തു തരാം കേട്ടോ. പാലക്കാട് ജില്ലയിലാണ് ആലത്തൂർ. അതായത് വടക്കഞ്ചേരിക്കും ഈ കാണുന്ന ഇരട്ടക്കുളം ജംഗ്ഷനാണ്, ഈ കാണുന്ന സിഗ്നലാണ് കേട്ടോ. ഈ സിഗ്നലിൻ്റെ ആ ഭാഗത്ത് നിന്നാണ് ജസ്റ്റ് ഒരു 500 മീറ്റർ ഉള്ളിലോട്ട് വണ്ടികളൊക്കെ വരാനുള്ള സൗകര്യത്തോടു കൂടിയുള്ള നല്ലൊരു പ്രോപ്പർട്ടി. ഇവിടെ അടുത്ത് തന്നെയായിട്ടാണ് നമുക്ക് ആലത്തൂർ വലിയൊരു ടൗണും അതിനോട് ചേർന്ന് തന്നെ നമുക്കിവിടെ ഹോസ്പിറ്റൽ, അസീസിയ ഹോസ്പിറ്റൽ വരുന്നുണ്ട്. പുതിയൊരു ഹോസ്പിറ്റലാണ്. അത്യാവശ്യം എല്ലാവിധ മൾട്ടി സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള എല്ലാ ചികിത്സകളും കാര്യങ്ങളൊക്കെ വരുന്ന നല്ലൊരു ഹോസ്പിറ്റൽ. ഇനിയിപ്പോൾ വീടിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ഭാഗവും ഇതുപോലെ ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത്. നല്ലതുപോലെ പണി കഴിപ്പിച്ചിട്ടുള്ള, ഇഷ്ടിക കൊണ്ട് പണി കഴിപ്പിച്ചിട്ടുള്ള നല്ലൊരു വീടാണ്. ചുമരിൻ്റെ ഭാഗങ്ങളിലേക്കൊന്നും പൊട്ടലോ വിള്ളലോ ക്രാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ലൊരു വീടാണ് കേട്ടോ. വടക്കോട്ടാണ് വീടിൻ്റെ ദർശനം വരുന്നത്, വടക്ക് വശത്തേക്ക്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായി കാണുക. കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് പെട്ടെന്ന് ചാടി പുറപ്പെട്ട് വരാൻ നിൽക്കരുത്. വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത ഞങ്ങളുടെ ഈ നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. അത് തലേ ദിവസം വിളിച്ചു പറയണം. വീട്ടിൽ താമസമില്ലാത്ത വീടാണ്. അപ്പോൾ തലേ ദിവസം വിളിച്ചു പറഞ്ഞാലേ ഉടമസ്ഥൻ ഇവിടെ വരുള്ളൂ. വന്ന് നമുക്ക് വീട് തുറന്ന് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഇത് ഡൈനിങ് സൗകര്യമാണ് കേട്ടോ. അതിനൊരു കർട്ടൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലിവിങ് വിത്ത് ഡൈനിങ് ആയിട്ടുള്ള റൂം, താഴെ 2 ബെഡ്റൂമിനും കൂടെ കോമൺ ആയിട്ടൊരു ബാത്റൂം, അത് കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളൊരു ബെഡ്റൂമും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. പുറത്തും, അതായത് 3 ബാത്റൂമുണ്ട് മൊത്തം ടോട്ടലി. പുറത്ത് നമുക്ക് കോമൺ ആയിട്ടൊരു ബാത്റൂം വരുന്നു കേട്ടോ. വീടിൻ്റെ ഈ ബെഡ്റൂമുകളിലൊക്കെ കബോർഡിൻ്റെ വർക്കുകളൊക്കെ ചെയ്ത് പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വീട്. 45 ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിച്ചിട്ടുള്ളത്. എന്തെങ്കിലും അധികമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ചെറിയ രീതിക്ക്, വളരെ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്.
കാരണം ടൗണിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന ഭാഗം, ഹൈവേയുടെ സൗകര്യം എന്നുള്ളതൊക്കെ മാനിച്ചുകൊണ്ടാണ് ഈ സ്ഥലത്തിന് അത്യാവശ്യം വിലയും കൂടിയുള്ളൊരു ഭാഗവും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 50 പറഞ്ഞു തന്നാണ്, പിന്നെ അത് 45 അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് തരും. നല്ല വീടാണ്. ഇതാണ് നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള സൗകര്യമുള്ളൊരു ബെഡ്റൂം കേട്ടോ. ഇതിലും നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കബോർഡിൻ്റെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു വീടും പറമ്പുമാണ് കേട്ടോ. കാരണം ഈ വീട് താമസിക്കാൻ ഇനിയിപ്പോൾ നമുക്കൊരു പുതിയ വീട് പണിയണമെങ്കിൽ അതിനോട് ചേർന്ന് അപ്പുറമുള്ള സ്ഥലത്ത് വീട് പണിയും ചെയ്യാം. അതാണ് ഇവിടെ അടുക്കളയിലാണെങ്കിലും മുഴുവനും അത്യാവശ്യം ഇൻറ്റീരിയൽ ഡെക്കറേഷനൊക്കെ, ഈ കബോർഡിൻ്റെ വർക്കുകളൊക്കെ തന്നെ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു വീടാണ്. വാങ്ങുന്നവർക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു പെയിൻറ്റിങ് എന്നല്ലാതെ വേറെ കാര്യപ്പെട്ടിട്ടുള്ള പണികളും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നമുക്ക് വിറകടുപ്പ് കത്തിക്കാനുള്ള സൗകര്യമുള്ള ഒരു പുകയില്ലാത്തൊരു അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള വർക്ക് ഏരിയ വിത്ത് അടുപ്പൊക്കെ ആയിട്ടുള്ള ഒരു സൗകര്യത്തോടു കൂടിയുള്ള നല്ലൊരു പ്രോപ്പർട്ടി. ഇനിയിപ്പോൾ വീടിൻ്റെ മുകളിലേക്കൊന്ന് കയറി നോക്കുകയാണെങ്കിൽ സ്റ്റെയർ പുറത്തൂടെയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലൊരു 2 ബെഡ്റൂമും ചെറിയൊരു അടുക്കളയൊക്കെ ആയിട്ട് പണിത് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ അതിനും പറ്റും. ഇത് ആ എ സിയുടെ കൂളിംഗ് പുറത്ത് പോകാതിരിക്കാനായിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചാണ് കേട്ടോ. അല്ലെങ്കിൽ ചുമരിൻ്റെ ഭാഗങ്ങൾക്കൊന്നും യാതൊരു തരത്തിലുള്ള കംപ്ലൈൻറ്റുകളും ഇല്ലാത്ത വീടാണ് കണ്ടോ. അതിനോട് ചേർന്ന് തന്നെയാണ് ആ സ്ഥലവും കിടക്കുന്നത്. അതിൽ നല്ലതുപോലെ കായ്ഫലമുള്ള തെങ്ങുകളൊക്കെ ഉണ്ട്. നല്ല വീടാണ്. വീടിന് 10 വർഷത്തിനടുത്ത് പഴക്കമുണ്ടെങ്കിലും യാതൊരു കേടുപാടുകളും ഇല്ലാത്ത വളരെ നല്ലൊരു വീട്. സൗകര്യമാണ്. നമുക്ക് ആലത്തൂർ ടൗണിൻ്റെ സൗകര്യങ്ങൾ നല്ലതുപോലെ സൗകര്യമുള്ള ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഇനിയിപ്പോൾ കിണർ വെള്ളം ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ ഒരു കിണർ ഒഴിക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ്. കാരണം ഇതിന് മുൻവശമൊക്കെ റോഡിനപ്പുറേ ഏക്കർ കണക്കിന് വരുന്ന നെൽപ്പാടങ്ങൾ, അതിൽ ജലസ്രോതസ്സിനായിട്ട് കൃഷി വേനൽക്കാലത്താണെങ്കിലും ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാലൊക്കെ ഇതിലൂടെ വരുന്നു. അതിലൂടെ വെള്ളം പാടത്തൊക്കെ എപ്പോഴും ഉണ്ടാവും. അത് കൊയ്ത്ത് കഴിയുന്നവരേക്ക് വെള്ളമൊക്കെ ഉള്ളത് കൊണ്ട് കിണറൊക്കെ കുഴിക്കുകയാണെങ്കിൽ എപ്പോഴും കിണറിൽ വെള്ളം ഉള്ള ഒരു ഏരിയയും കൂടെയാണ് ഈ ഭാഗങ്ങളൊക്കെ. ബോർവെൽ വെള്ളം ഇഷ്ടമില്ലാത്തവർക്ക് കിണർ കുഴിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യത്തോടു കൂടെ സ്ഥലമുള്ളതുകൊണ്ട്, കാരണം 13.5 സെൻറ്റോളം സ്ഥലമുള്ളത് കൊണ്ട് കണ്ടോ നല്ല മനോഹരമായിട്ടുള്ളൊരു ഏരിയയിലാണ് ഈ വീട് വരുന്നത്. എന്തായാലും വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടതിന് ശേഷം ഞങ്ങളുടെ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്ത് കാണാൻ വരാവുന്നതാണ്. ഓക്കെ, ബൈ.